ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതുമായ കുറച്ച് എക്സ്പ്രഷൻസ് പഠിക്കാം. There is no need to worry. There is no need to worry. വിഷമിക്കേണ്ട ആവശ്യമില്ല. There is no need to talk now. There is no need to talk now. ഇപ്പോൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. There is no need to shout. There is no need to shout. ഒച്ച വയ്ക്കേണ്ട ആവശ്യമില്ല. There is no need to write a letter to your friend. There is no need to write a letter to your friend. നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതേണ്ട ആവശ്യമില്ല. There is no need to draw a picture here. There is no need to draw a picture here. ഇവിടെ ഒരു പിക്ചർ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ ശ്രദ്ധിക്കൂ. There is no need to പ്ലസ് വേർബ്. വേർബ് ഉപയോഗിച്ചിരിക്കുന്നത് V1 ഫോമിലാണ്. ബേസ് ഫോമിലുള്ള വേർബ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. There is no need എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാൻ വളരെ ഈസി അല്ലേ? കമൻറ്റ് ബോക്സിൽ സെൻറ്റൻസസ് ഉണ്ടാക്കി എഴുതണം കേട്ടോ. ഇനി വേറൊരു എക്സ്പ്രഷൻ നോക്കാം. ഈ എക്സ്പ്രഷനിൽ തന്നെ ചെറിയ ഒരു ചേഞ്ച് വരുത്തി നമുക്ക് വേറെ ഒരു എക്സ്പ്രഷൻ നോക്കാം. There is no need for you to go there. There is no need for you to go there. നിങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. There is no need for me to come here. There is no need for me to come here. എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല. There is no need for them to do this. There is no need for them to do this. അവർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സ്ട്രക്ചർ ശ്രദ്ധിക്കൂ. There is no need പ്ലസ് for someone പ്ലസ് to പ്ലസ് വേർബ്. വേർബിൻ്റെ V1 ഫോം. ഇനി നമുക്ക് വേറൊരു എക്സ്പ്രഷൻ നോക്കാം. There is something wrong with my laptop. There is something wrong with my laptop. എൻ്റെ ലാപ്ടോപ്പിന് എന്തോ പ്രശ്നമുണ്ട്. There is something wrong with his cell phone. There is something wrong with his cell phone. അവൻ്റെ സെൽ ഫോണിന് എന്തോ കുഴപ്പമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. There is something wrong with their car. There is something wrong with their car. അവരുടെ കാറിന് എന്തോ പ്രശ്നമുണ്ട്. There is something wrong with that picture. There is something wrong with that picture. ആ പിക്ചറിന് എന്തോ പ്രശ്നമുണ്ട്, എന്തോ കുഴപ്പമുണ്ട്. ഇവിടെ സ്ട്രക്ചർ there is something wrong with പ്ലസ് നൗൺ. ഏത് നൗൺ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. There is അല്ലെങ്കിൽ there was എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് there അപ്പോസ്ട്രോഫി എസ് എന്ന് എഴുതുന്നത്. അപ്പോൾ ഇന്ന് 3 എക്സ്പ്രഷൻസ് പഠിച്ചില്ലേ? അപ്പോൾ എക്സാമ്പിൾ സെൻറ്റൻസസ് കമൻറ്റ് ബോക്സിൽ എഴുതണം. മാത്രമല്ല ഇത് ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. ഇത്തരം സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകും. ഇത് ഒരു ഫ്ലുവൻസി ഡ്രിൽ പോലെ ഉപയോഗിക്കാം.